ഡോക്ടർ ബിജു വർഗീസ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് ക്യൂർ സൈക്കോളജിക്കൽ കെയർ സെൻറ്റർ. ഇന്ന് നമ്മൾ കോപം, ദേഷ്യം, ആങ്കർ, എക്സസീവായ ആങ്കർ, അമിതമായ ദേഷ്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഈ ദേഷ്യം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളെ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു, കോപത്തിൻ്റെ മനഃശാസ്ത്രം, കോപം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നെന്നും എങ്ങനെ അത് നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ചില ടിപ്സുകൾ ഞാനിതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു വ്യക്തി കോപിക്കുമ്പോൾ ശരീരത്തിൽ ചില രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മസ്തിഷ്കത്തിലെ, അതായത് നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോ തലാമസ് എന്നൊരു ഏരിയയിൽ നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡായ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉത്തേജിക്കപ്പെടുകയും അതുവഴി മറ്റു ഗ്രന്ഥികളിൽ നിന്നും ഹോർമോണിൻ്റെ റിലീസ് ഉണ്ടാവുകയും ചെയ്യുന്നു. എസ്പെഷ്യലി അഡ്രിനാൽ ഗ്രന്ഥിയിൽ നിന്നുള്ള അഡ്രിനാലിൻ എന്ന സിന്തറ്റിക് നെർവ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കപ്പെടുന്നു. തൽഫലമായി ശരീരം ഊർജ്ജവൽക്കരിക്കപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് ഭയങ്കര നിയന്ത്രിക്കാനാവാത്ത അക്രമവാസന രോഷത്തിൻ്റെ ഒരു ഫലമാണ്, അതായത് കോപത്തിൻ്റെ ഒരു ഫലമാണ്. കഴുത്ത് വലിഞ്ഞു മുറുകുക, കഴുത്തിടറുക, കൈ മുഷ്ടി ചുരുട്ടുക, പല്ലുകൾ കൂട്ടിഞ്ഞിരിക്കുക, കാലുകൊണ്ട് തൊഴിക്കാനുമൊക്കെ തോന്നുക, കണ്ണുകൾ കലങ്ങുക, ശരീരം വിറയ്ക്കുക, ശ്വാസോച്ഛ്വാസം കൂടുക. ഈ അവസ്ഥയിൽ സ്വയം മറക്കുക, ചിന്താശക്തി തൽക്കാലത്തേക്ക് നഷ്ടപ്പെടുന്നു. കാരണം ചിന്തിക്കാനുള്ള മനുഷ്യൻ്റെ ബ്രെയിന് ഇന്നാക്റ്റീവ് ആവുകയും ഇമോഷണൽ ബ്രെയിൻ ആക്റ്റീവ് ആവുകയും ചെയ്യുക. ചിന്താശേഷി കോപിക്കുന്നവർക്ക് ആ സമയത്ത് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മളൊരു തീരുമാനം വിവേകത്തിൻ്റെ പുറത്തല്ല, വികാരത്തിൻ്റെ പുറത്താണ് കോപിക്കുന്നവരെടുക്കുന്നത്. വേറൊരു കാര്യം, ഈ കോപം നമ്മുടെ ശരീരത്തിൽ വിഷം കലർത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം നിങ്ങൾ കോപിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന അഡ്രിനാലിൻ നിങ്ങളുടെ ഷുഗർ ലെവൽ വർദ്ധിപ്പിക്കും. അതായത് ചില സ്റ്റിറോയിഡ് ഹോർമോണുകളും ഇതിനൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നു. അതായത് നെഗറ്റീവായ ചില ന്യൂറോ കെമിക്കൽസ് നിങ്ങളുടെ ശരീരത്തിന് കോട്ടം വരുത്തുന്നതായിട്ടുള്ള ചില ന്യൂറോ കെമിക്കൽസ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അമിതമായി ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അമിതമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റായിട്ട് സാധാരണ അൾസർ, അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, രക്തസമ്മർദ്ദം, ഇങ്ങനെ പല അസുഖങ്ങൾ, ഇത് മാത്രമല്ല കേട്ടോ, ഇങ്ങനൊരു പരമ്പരകൾ തന്നെയുണ്ട്. നിങ്ങളുടെ ശരീരമെല്ലാം വലിഞ്ഞു മുറങ്ങി നിങ്ങളുടെ കഴുത്ത് ഇവിടെയെല്ലാം നിങ്ങളുടെ മസിലുകൾക്കും നിങ്ങളുടെ നടുവിൻ്റെ ഭാഗത്തുള്ള മസിലുകൾക്ക് പല ഭാഗത്തും കണ്ണിന് പല ഏരിയയിലും നിങ്ങൾക്ക് കോട്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത്. അത് ശരിക്കും ഒരു പോയ്സൺ തന്നെയാണ് കോപം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, മനസ്സിൽ വരുന്നത് ഉള്ളിലൊതുക്കൊണ്ട് നമ്മൾ ആരോഗ്യത്തിന് ഹാനികരമല്ലേ, അത് പ്രകടിപ്പിക്കുകയല്ലേ വേണ്ടതെന്ന്. അടിച്ചമർത്തുന്ന കോപം രോഗങ്ങൾക്ക് കാരണമാവില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ദഹനക്കേടുണ്ടാകുമ്പോൾ, വയറിന് അസ്വസ്ഥത തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഛർദ്ദിക്കുക സ്വാഭാവികമാണ്. അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നു. ഛർദ്ദിച്ചത് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരാശ്വാസം കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഛർദി മറ്റുള്ളവരുടെ മുഖത്തോ ദേഹത്തേക്കാണെങ്കിൽ എന്താകും ഫലം? അതുപോലെ തന്നെയാണ് കോപം. നിങ്ങൾ മറ്റുള്ളവരെ മേത്ത് നിങ്ങൾ അവരുടെ മേൽ തട്ടിക്കയറുന്നു, അവരുടെ മേൽ ഈ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഛർദി മറ്റുള്ളവരുടെ ദേഹത്തേക്കാണ് വിടുന്നത്. അപ്പോൾ ഈ ഛർദിയുടെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ വിനയായിട്ട് വരുന്നത് മറ്റുള്ളവരാണ്. ഒരാൾ കോപത്തിന് അടിമയാവുമ്പോൾ അവൻ്റെ സ്വയം ബോധവും ചിന്താശക്തിയും നശിക്കുന്നുണ്ട്. അനിയന്ത്രിതമായ അക്രമപ്രവണത പ്രകടിപ്പിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കോപം വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ നിയന്ത്രിക്കാനാവാത്ത കോപം അടിക്കടി വരുന്നുണ്ട്. കോപം നമുക്ക് ഒരു പരിധിവരെ നല്ലതാണ്, കാരണം അതൊരു ഇമോഷനാണ്. എല്ലാ ഇമോഷനും നല്ലത് തന്നെയാണ് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷെ അമിതമായ കോപത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കോപം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത്, കോപത്തിൻ്റെ ഒരു അടിമ നിങ്ങളാവുകയാണെങ്കിൽ അപ്പോൾ എന്തൊക്കെ അതിന് പ്രതിവിധികൾ, എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ കോപിക്കുന്ന സമയത്ത് നിങ്ങൾ ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക.
അതായത് ദീർഘമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ശ്വാസമല്ല, സ്ലോ ഡീപ്പ് ബ്രീത്ത് ആയിരിക്കണം. അതായത് ദീർഘശ്വാസം എടുത്തിട്ട് വളരെ സാവധാനത്തിൽ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു 10-15 പ്രാവശ്യം ചെയ്യുമ്പോഴും തന്നെ കോപം പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കാരണവശാലും കോപിക്കുന്ന സമയത്ത് നിങ്ങളൊരു തീരുമാനം എടുക്കുകയോ ഒന്നും പുറത്തേക്ക് പറയുകയോ ചെയ്യരുത്. കാരണം വികാരത്തിൻ്റെ പുറത്തൊരു തീരുമാനം നിങ്ങൾ കൈക്കൊണ്ടാൽ പിന്നീട് നിങ്ങളത് ദുഃഖിക്കേണ്ട വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കോപിക്കുന്ന ഒരവസ്ഥയിൽ ശരീരം ഊർജ്ജവൽക്കരിക്കപ്പെടുന്നു പറഞ്ഞല്ലോ. ഈ ഊർജ്ജത്തെ നമുക്ക് ക്രിയാത്മകമായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതായത് കോപിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് എനർജി വരുന്നുണ്ട്. ഈ എനർജിയാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇത് നമുക്ക് പോസിറ്റീവായിട്ട് തിരിച്ചുവിടാൻ പറ്റും. ആദ്യത്തെ ഒരു ബ്രീത്തിങ് എക്സസൈസാണ്. രണ്ടാമത് ഈ എക്സസ് എനർജിയെ എങ്ങനെ പോസിറ്റീവായിട്ട് തിരിച്ചുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കിടക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡിൽ നടക്കാം, സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാം, എന്തെങ്കിലും രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെടാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എക്സസ് ആയി എനർജി പതുക്കെ താഴോട്ട് പോന്നുകൊണ്ടിരിക്കും. നടക്കുകയോ എന്തെങ്കിലും സ്റ്റെപ്പ് കയറിയോ ഒന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾ സ്മൈൽ ബോൾ കണ്ടിട്ടുണ്ട്, മഞ്ഞ കളറിലൊരു ബോൾ നമ്മൾ സ്റ്റേഷനറി കടയിലൊക്കെ കാണാം. അത് മേടിക്കുക, അതിങ്ങനെ പീച്ചുകൊണ്ടിരിക്കുക. കോപം കംപ്ലീറ്റ് തീരുന്നവരെ ചിരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളെ ആരാണ് കോപത്തിന് കാരണമുണ്ടാക്കിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അയാൾ ചിരിക്കുന്നതായിട്ട്, അയാൾ കോമാളിയാവുന്നതായിട്ടും ജസ്റ്റ് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. അനാവശ്യമായിട്ട് ചൂടാവുന്ന ബോസിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോടോ അവരോടുള്ള പ്രതികരണമാണെങ്കിൽ അവരുടെ മുഖം ചിരിക്കുന്നതായിട്ട് കാണുക, അല്ലെങ്കിൽ അവരൊരു കൊമേഡിയനായിട്ട് കാണുക, എങ്ങനെ വേണമെങ്കിൽ കാണാം. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു മെത്തേഡാണ്. പിന്നെ നിങ്ങൾക്ക് തണുത്ത ജലം, വെള്ളം അത് കുറച്ചായിട്ട് നുണഞ്ഞിറക്കുന്നതും കോപം കുറയാൻ വലിയ കാരണമാണ്. അതിന് കോപത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സഹായിക്കും. പിന്നെ ചെയ്യാവുന്നത് നല്ല എക്സസ് ആയിട്ട് ആങ്കർ വരുന്ന സമയത്ത് നമ്മൾ 25 നിന്നും താഴോട്ട് കൗണ്ട് ചെയ്യുക. അതായത് 25, 24 ഇങ്ങനെ 1 വരെ കൗണ്ട് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. ഇതെല്ലാം സാധാരണ മെത്തേഡുകളാണ്. പക്ഷേ പല കോപങ്ങളുടെയും റൂട്ട് കോസസ് കണ്ടെത്തി ചികിത്സിക്കേണ്ടി വരും. നിങ്ങളുടെ കോപം നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇത് നിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതായത് കോപം നിങ്ങളുടെ ഒരു ഹാബിറ്റായി മാറുകയും മറ്റുള്ളവർക്ക് നിങ്ങൾക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടാവുകയും തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടതാണ്. ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ട് ഇത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. കാരണം സപ്രസ്സായി കിടക്കുന്ന നിങ്ങളുടെ എന്തെങ്കിലും ഇമോഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കും കോപത്തിലേക്ക് എത്തിക്കുക. കാരണം നിങ്ങൾക്ക് ഇതിനത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. പല കാരണങ്ങളുണ്ടാകും. നിങ്ങൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ട കാരണങ്ങൾ, നിങ്ങൾ നഷ്ടബോധങ്ങൾ, മറ്റുള്ളവരോട് ആവാൻ സാധിക്കാത്ത ലോ കോൺഫിഡൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ, ആത്മവിശ്വാസക്കുറവ്, അങ്ങനെ പല കാരണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാകും. അതെല്ലാം കുമിഞ്ഞ് കൂടി ഉള്ളിൽ കിടന്നിട്ട് കോപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കണ്ടുപിടിച്ച് വേറൊരു രീതിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റൂട്ട് കോസിനെ കണ്ടുപിടിക്കാൻ അതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണ്. ഒരു സൈക്കോളജിസ്റ്റിനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് അവരുടെ ഹെൽപ്പ് എടുത്തിട്ട് ഇതിൻ്റെ റൂട്ട് കോസിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായി നോർമലായി വരും. ഓക്കെ, താങ്ക് യു.